ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയുടെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഓരോ ദിവസവും വിചാരിക്കും വേണ്ട, നമ്മളെപ്പോലൊരു സ്ത്രീയല്ലേ, അവരെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ട് പലർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ടാകല്ലോ. പറയും, എന്തിനാ ചേച്ചി അങ്ങനെയുള്ള വീഡിയോ ഇടുന്നത്, രേണുവിനെ വിറ്റ് കാശാക്കുമല്ലേ. രേണുവിനെ വിറ്റ് ആരും കാശാക്കുന്നില്ല. രേണു എല്ലാവരെയും വിറ്റ് കാശാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, മാത്രമല്ല പലർക്കും തോന്നിയിട്ടുള്ളത്. ഇതിയുടെ മകൻ കിച്ചു ലൈഫ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഒരു 32 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കിച്ചു പറയുന്നുണ്ട്, കിച്ചുവിൻ്റെ സ്വന്തം അമ്മ ശാലിനി പ്രസവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവർ വേറൊരാളുടെ കൂടെ പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വേറൊരു സ്ത്രീയെ, വീണ, കിച്ചുവിൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചു. സുധി വീണയുടെ കൂടെയായിരുന്നു, അവരോടൊപ്പം അവിടെ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് കിച്ചു സുധിയുടെ കൊല്ലത്തുള്ള വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ആ വീണയ്ക്കും കിച്ചുവിനെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ കൊണ്ടുപോയി സുധി താമസിപ്പിക്കാറില്ല. കാരണം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ സ്വന്തം മകനെ താമസിപ്പിക്കാൻ സുധിയും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ആണ് സുധിയുടെ വീട്ടിൽ നിർത്തിയത്. സുധിയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, കിച്ചുവിൻ്റെ വലിയമ്മ, അച്ഛൻ്റെ അമ്മ, അവരെല്ലാവരും ഉണ്ടായിരുന്നു നോക്കാൻ കുഞ്ഞായിരിക്കുമ്പോൾ. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് വർഷങ്ങളായപ്പോൾ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ കിച്ചു സുധിയുടെ കൂടെ തന്നെയായിരുന്നു. പലപ്പോഴും ഷൂട്ട് സമയത്ത് കിച്ചുവിനെ സ്റ്റേജിന് പുറകിൽ തറയിൽ കിടത്തി ഉറക്കി, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തുമായിരുന്നു സുധി സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. സുധി മുമ്പൊരിക്കൽ, വർഷങ്ങൾക്ക് മുമ്പ്, വീഡിയോയിൽ ഒരു ചാനലിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുഞ്ഞിനെ അവരുടെ കൊടുത്തു. കൂടുതലും കൊടുത്തിരിക്കുന്നത് നെടുമങ്ങാടുള്ള ഒരു അസീസിൻ്റെ കയ്യിലായിരുന്നു. അസീസ് എല്ലാവരും ഒരുമിച്ചൊരു പ്രോഗ്രാമിൽ പോയപ്പോഴും പല തവണ അസീസ് കൂടെ ഉണ്ടാകുമ്പോൾ അസീസിനെയാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. സുധിക്ക് ഉറപ്പായിരിക്കും സുധി നോക്കുന്നത് പോലെ കുഞ്ഞിനെ അസീസ് നോക്കുമെന്ന്. അതുകൊണ്ടാണ് ഏൽപ്പിച്ചിരുന്നത്. നമ്മൾക്ക് പലർക്കും ഉണ്ടാകില്ലോ ഓരോരുത്തരിലുമുള്ള ഒരു ആത്മവിശ്വാസം, അത് മാത്രമായിരുന്നു അത്. അസീസ് നല്ലപോലെ നോക്കാറുമുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞു കിച്ചു വളർന്നു വന്നു, വലിയ കുട്ടിയായി വന്നപ്പോൾ കിച്ചുവിനെ നോക്കാൻ, കിച്ചുവിന് വേണ്ടി ഒരമ്മയെ വേണം. കിച്ചുവിനൊരമ്മയ്ക്ക് വേണ്ടിയിട്ട് സുധി 3ാമതും വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ രേണു കിച്ചുവുമായി അടുപ്പം കാണിക്കുകയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോവുകയാണ് ചെയ്തതെന്നാണ് കിച്ചു പറയുന്നത്. രേണുവിനെ വിവാഹം കഴിക്കുന്നത് സുധി കിച്ചുവിനോടൊപ്പമാണ്. അപ്പോൾ രേണുവിൻ്റെ കുടുംബവും ക്രിസ്ത്യൻ വിശ്വാസികളാണ്. സുധി ഹിന്ദു ആയതുകൊണ്ടും രേണുവിൻ്റെ അച്ഛനും അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ടും, പക്ഷേ അവർ റിയൽ ക്രിസ്ത്യാനികളായിരുന്നില്ല. അവർ ഹിന്ദു ആയിരുന്നു. ഹിന്ദുവിൽ നിന്നും ക്രിസ്തുമതത്തിലോട്ട് ചേർന്നതാണ്. അതിനുശേഷം അവർ ഹിന്ദുമത ആചാരപ്രകാരമുള്ള വിശ്വാസങ്ങളും പള്ളിയിൽ പോക്കുമൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കിച്ചു വലുതായി, കിച്ചു സ്കൂളിൽ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഷൂട്ടിന് പോകുമ്പോൾ കിച്ചുവിനെ കൊണ്ട് സുധി പോകുന്നത് രേണുവിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ 3 വിവാഹം കഴിച്ചു. 3 പേർക്കും എന്നെ വേണ്ടായിരുന്നു. പിന്നെ എന്നോട് ഇഷ്ടമില്ലായിരുന്നു. എന്നെ സ്നേഹിക്കാനോ എന്നെ നോക്കാനോ ഒന്നുമായിരുന്നില്ല അവരൊന്നും വന്നത്. അച്ഛൻ്റെ പണത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്ന്. ചേച്ചിയുടെ ഭർത്താവ്, 2 മക്കള്, രേണുവിൻ്റെ അമ്മ, അച്ഛൻ, രേണു, സുധിയുടെ ഒരു കുഞ്ഞുണ്ട്, രേണുവിൻ്റെ കുഞ്ഞ്, സുധിയിലുള്ള രേണുവിൻ്റെ കുഞ്ഞ്. ഇവരെല്ലാവർക്കുമുള്ള ചിലവുകളും വീട്ടിലെ ചിലവുകളും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് സുധിയാണ്. സുധി അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട്
ശ്രുതിക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയാണ് നടന്നത്. എന്നും വഴക്കും അടിയും ബഹളവുമായിരുന്നു എന്നാണ്. വീണയെ വിവാഹം കഴിച്ചപ്പോഴും വീണയും ശ്രുതിയുമായിട്ടെന്നും അടിയും ബഹളവുമായിരുന്നു. ആദ്യ വിവാഹത്തിൽ കിച്ചുവിൻ്റെ അമ്മയായ ശാലിനിയെ വിവാഹം കഴിച്ചപ്പോഴും ഇത് തന്നെ ആയിരുന്നു എന്നാണ് കിച്ചു പറയുന്നത്. കിച്ചുവിന് അറിവ് വെച്ച നാൾ മുതൽ കാണുന്നത് അച്ഛനും അമ്മയും അടി കൂടുന്നതാണ്. അച്ഛൻ രണ്ടാമതും മൂന്നാമതും വിവാഹം കഴിച്ച സ്ത്രീകളും ഇതുപോലെ തന്നെ തുടർന്നു പോകുകയാണ്, അടി കൂടിക്കൊണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും അടിയിലും ആണ് ഇത് കലാശിക്കുന്നത്. ഒരു ചാനലിൽ നിന്നും മറ്റൊരു ചാനലിലേക്ക് മാറി ശ്രുതി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇവർക്ക് പണം മാത്രം മതിയായിരുന്നു എന്നാണ് കിച്ചുവിൻ്റെ വീഡിയോയിൽ കിച്ചു പറയുന്നത്. കാരണം പണത്തിന് വേണ്ടി കിച്ചുവിനെ വരെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ശ്രുതി ജോലിക്ക് പോയത്. ഇങ്ങനെയൊക്കെ കഠിനമായി അധ്വാനിച്ച് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും ഈ ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ ശ്രുതി മരണപ്പെടുന്നു. ആ സമയത്തും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ്. അവർക്ക് ഈ ആക്സിഡൻറ്റ് കേട്ടപ്പോഴോ മരണം സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴോ ഒന്നും തന്നെ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ജീവിതവും അവരുടെ ഭക്ഷണവും മാത്രമായിരുന്നു കാര്യം, അല്ലാതെ കിച്ചുവിനെ പറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കിച്ചു പറയുന്നുണ്ട്, കിച്ചുവിന് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനുണ്ടെങ്കിൽ എനിക്ക് സുഖമായിരുന്നു. ഈ അമ്മയായിട്ട് വന്നവരും രണ്ടാനമ്മയും മൂന്നാനമ്മയും ഒക്കെ വന്നപ്പോഴും കിച്ചുവിന് അച്ഛനായിരുന്നു മുഖ്യം. ശ്രുതിക്കും അതേപോലെ തന്നെയാണ്. പക്ഷേ എന്തോ ശ്രുതി മരിച്ചു പോയില്ലേ. മരിച്ചു പോയാൽ അതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു. പള്ളിയിൽ അടക്കം ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ ശ്രുതിയുടെ മകൻ കിച്ചുവിനെ ഒരുപാട് ടോർച്ചറിങ് നടന്നു. മാത്രമല്ല പിന്നെ കിച്ചുവിനോടത്ത് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശ്രുതിയുടെ അച്ഛനും അമ്മയും. രേണുവിൻ്റെ അച്ഛനും അമ്മയും, അതായത് തങ്കച്ചൻ്റെ ഭാര്യയും ഒരുപാട് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഭീഷണിപ്പെടുത്തി വെച്ചിരുന്നു. അങ്ങനെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഒരു മുറിയിൽ പുറത്തിറങ്ങാതെ ആരെയും കാണാതെ ഒരു മുറിയിൽ തന്നെ തനിച്ചിരുന്ന് ശ്രുതിയുടെ മകന് ഡ്രഗ് അഡിക്റ്റായി മാറി. നമ്മളൊന്നും പറയുന്നതല്ല, ആ വീഡിയോയിൽ കിച്ചു തന്നെ പറയുന്നുണ്ട് ഡ്രഗ് അഡിക്ഷൻ വന്നു. അതല്ലാതെ വേറെ മോശമായ ഒന്നിനും ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സത്യമായിരിക്കാം. എല്ലാവരും രേണുവിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നതും. രേണു ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും വന്നാൽ ഇത് രണ്ടും നോക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. ജിജ്ഞാസയുള്ളവരല്ലേ നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ചും മറ്റൊരാളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കുന്നതാണ്. ഞാനും അതുപോലെ തന്നെ നോക്കാറുണ്ട്. എന്ത് തന്നെ ആയാലും ഒരു വീട് വെച്ച് കൊടുത്തു. ആ വീട് വെച്ച് കൊടുത്തപ്പോഴും ദാനമായി കിട്ടിയ വീടാണ് അത്. ആ കുട്ടിക്ക് കൂടെ അവകാശപ്പെട്ടാണ്. അതിൽ നിന്നും അവൻ ആ വീട്ടിൽ താമസിക്കുന്നില്ല, വരുന്നില്ല. ആ കുട്ടിക്ക് ആ വീട് ഇഷ്ടവുമില്ല. തങ്കച്ചനും ഭാര്യയും അവിടെ താമസിക്കുന്നിടത്തോളം ശ്രുതിയുടെ മകന് സുരക്ഷിതമില്ല. അതുകൊണ്ട് അവർ അവിടെ താമസിക്കില്ല, അവർക്കത് വേണ്ട. അവരിപ്പോൾ താമസിക്കുന്നത് കൊല്ലത്ത് ശ്രുതിയുടെ വീട്ടിലാണ്. അവിടെ അച്ഛമ്മയോടൊപ്പവും വല്യമ്മയോടൊപ്പവുമാണ് താമസിക്കുന്നത്. പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ആയിരുന്നു അവൻ്റെ പഠനച്ചെലവ് മുഴുവൻ ഏറ്റിരുന്നത്. ഇപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നു, ഫ്ലവേഴ്സ് ചാനൽ 1-2 മാസത്തെ പണം മാത്രമാണ് നൽകിയത്. ബാക്കിയെല്ലാം മറ്റ് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കിട്ടുന്നതനുസരിച്ചാണ് ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അവരും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വീട് വെച്ച് കൊടുത്ത ആള് നല്ലൊരു വീടാണ് വെച്ച് കൊടുത്തത്. ചെറുതാണെങ്കിലും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ വീട് നന്നായി കൊണ്ടു നടക്കാൻ രേണുവിനും അറിയില്ല. കിച്ചു നടന്നിരിക്കുന്ന സംഭവങ്ങളും ഇതുവരെ അവൻ അനുഭവിച്ചിരിക്കുന്ന വേദനകളും ആ വീഡിയോ കണ്ടാൽ അറിയാം. ആ വേദനയിൽ നമ്മൾ ആരായാലും കരഞ്ഞു പോകും. അമ്മയാകണമെന്നൊന്നുമില്ല, ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും. ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ വായിച്ചു. എല്ലാ വീഡിയോ കണ്ട എല്ലാ പേരും, സ്ത്രീകളും പുരുഷന്മാരും പറയുന്നു, മോനെ നീ ഇത്രയും വേദന അനുഭവിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരുമെന്നുള്ളത് ശ്രുതിയുടെ ഭാര്യ രേണുവിനും അറിയില്ലായിരുന്നു.
ഇപ്പോൾ ഓരോരോ സത്യങ്ങൾ ഈ 2 ദിവസം മുമ്പത്തെ കിച്ചുവിൻ്റെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഇപ്പൊ അത് രേണു ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യുമെന്നാണ്, അങ്ങനെയൊക്കെ പറയുന്നു. ഫീനാബി അവിടെ കൊല്ലത്തെ വീട്ടിൽ പോയി അവരെ സമാധാനപ്പെടുത്തി. സുധിയുടെ മകനെ അവിടെ നിന്ന് വന്ന ശേഷം ഇറങ്ങിയ ശേഷം വീഡിയോ ചെയ്തു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടു. കുറേ കാര്യങ്ങൾ ഷഫീന ബീവി അവിടെ പോയപ്പോൾ കിച്ചുവിൽ നിന്നും കിട്ടിയിരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഷഫീന ബീവി പറയുന്നതായിരിക്കുമെന്നാണ്, അടുത്ത വീഡിയോയിൽ പറയുമായിരിക്കും. അവനൊരു മകനുണ്ട് സുധിയുടെ. രേണു അധ്വാനിച്ച് മകനെ വളർത്തുക, അതിലോ വീടുണ്ടല്ലോ, KHFDCയുടെ വീടുണ്ട്. അതിൽ താമസിക്കുന്നത് അമ്മയും അച്ഛനും രേണുവിൻ്റെ മോനും ആണ്. അപ്പോൾ രേണു ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും എല്ലാം ഷോർട്ട് ഫിലിമിലായാലും ഉദ്ഘാടനത്തിന് പോയാലും എല്ലാം പണം കിട്ടും. കിട്ടുന്ന പണം എല്ലാം വീട്ടിലെ ആവശ്യങ്ങൾക്ക് തികയാതെ വരുന്നുണ്ട്. അതായത് ആർഭാടങ്ങൾ കുറച്ച് ഒഴിവാക്കുക, നമ്മൾക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് ജീവിക്കുക. പിന്നെ ചേച്ചിയെയും ചേച്ചിയുടെ ഭർത്താവിനെയും ഒന്നും വളർത്തിക്കൊണ്ട് പോകേണ്ട കാര്യം രേണുവിനില്ല. രേണുവിൻ്റെ അമ്മയും അച്ഛനും പ്രായമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ അവരെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ മക്കളല്ലേ, മക്കൾ സംരക്ഷിക്കണം. നിക്കറിട്ടിട്ട് പിന്നെ ഉടുപ്പ് പകുതി തുറന്നു വെച്ചിട്ട് ഒക്കെ വീഡിയോ ചെയ്ത് രേണു ഇടുന്നുണ്ട്, ലൈവ് വരുന്നുണ്ട്. അതെല്ലാം എടുത്തെല്ലാവരും ഇവിടെ വീഡിയോ ചെയ്തിടുന്നുണ്ട്. അത്തരം വീഡിയോകളൊക്കെ കുറച്ച് മാറ്റി നിർത്തുന്നതായിരിക്കും രേണു നല്ലത്. അതിൽ കൂടെ വലിയ വിജയമൊന്നും ഉണ്ടാവില്ല. കുറച്ച് പേര് കുറച്ച് കാശ് അയച്ചു തരും എന്നല്ലാതെ ഈ പൈസ അയച്ചു തരുന്നവരാരും തന്നെ കൂടെ ഉണ്ടാവില്ല. സ്വന്തക്കാരും അടുത്തുള്ളവരും മാത്രമായിരിക്കും കൂടെ ഉണ്ടാക്കുക. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റയിലെല്ലാം വരുന്ന പല ആളുകളും അവരിത് കാണാനും രസിക്കാനും വേണ്ടി മാത്രം വരുന്നവരാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ലൈവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് പൈസ ഇട്ടുതരും. അതിൽ നമ്മൾ ഒരു നിക്കർ ഇട്ട് പകുതി പുറത്ത് കാണുന്ന ശരീരം പുറത്ത് കാണിക്കുന്ന ഉടുപ്പ് ഇട്ട് അവരുടെ ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവായിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല. വിദേശത്തെല്ലാം പോയി ബിഗ് ബോസിൽ പോയി വന്നു, അത് കഴിഞ്ഞ് വിദേശത്ത് യാത്ര പോയി, അവിടെ പോയപ്പോഴും കാശ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ ചിലവാക്കുക. കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക, അതാണ്. എന്തായാലും സുധിയുടെ മകൻ കിച്ചു ഇനി അവിടെ വരില്ലെന്നും താമസിക്കില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. സ്വയം ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്നും അത് മാറ്റിയാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ നല്ല ഒരു വഴി കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, അത്രമാത്രം.